ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്ന ഈ ചാപ്റ്ററിൽ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബേസിക് കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള 5 കോമ്പോണൻറ്റ്സും ആണ്. ഫസ്റ്റ് വൺ 5 കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള 5 കോമ്പോണൻറ്റ്സ് ആണ് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, സ്റ്റോറേജ് ആൻഡ് കൺട്രോൾ. First one, input. Input, this is used for entering data and programs into computer systems by users. യൂസേഴ്സിന് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മീൻസ് അവരുടെ ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡാറ്റാസിനെയും അതുപോലെ തന്നെ പ്രോഗ്രാംസിനെയും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സാണ് ഇൻപുട്ട് പാർട്ട്. ഇൻപുട്ട് ഡിവൈസസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീബോർഡ്, ഇലക്ട്രോണിക് മൈക്ക്, സ്കാനർ, സ്ക്രീൻ, ടച്ച് സ്ക്രീൻ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് ആണ്. സെക്കൻഡ് വൺ പ്രോസസ്സിംഗ്. ദ ടാസ്ക് ഓഫ് പെർഫോമിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ കോൾഡ് പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, കമ്പ്യൂട്ടറിന് നമ്മൾ ഡാറ്റ കൊടുത്തതിന് ശേഷം അതിലുള്ള അരിത്തമാറ്റിക് അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുക, അതിനെയാണ് പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ കോമ്പോണൻ്റ് ആണ് സി പി യു. സി പി യു ടേക്സ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മേക്ക് ഓൾ കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻ. സി പി യു എല്ലാ ഡാറ്റയും അതുപോലെ തന്നെ ഇപ്പോൾ യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയും റിസീവ് ചെയ്തിട്ട് എല്ലാ കാൽക്കുലേഷൻസും ചെയ്യും. അപ്പോൾ സി പി യു ആണ് പ്രോസസ്സിങ്ങിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നത്. തേർഡ് വൺ ഔട്ട്പുട്ട്. The output converts processed information into human readable form and present it to users. യൂസേഴ്സിന് റീഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമിൽ ഇൻഫർമേഷൻ മീൻസ് പ്രോസസ്സ് ചെയ്തതിന് ശേഷമുള്ള ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. മീൻസ് മോണിറ്റർ എല്ലാം ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് കൺവേർട്ട് പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഇൻ ടു ഹ്യൂമൻ റീഡബിൾ ഫോം ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു യൂസേഴ്സ്. Next one, storage. The storage unit is used for storing data and instructions before and after processing. പ്രോസസ്സിങ്ങിന് മുമ്പും അതുപോലെ തന്നെ പ്രോസസ്സിങ്ങിന് ശേഷവും ഡാറ്റയും ഇൻഫർമേഷൻസിനെയും എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേസ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. ലാസ്റ്റ് വൺ കൺട്രോൾ യൂണിറ്റ്. The control unit of a central processing unit controls the entire computer system like input, processing, output. ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ പ്രോസസ്സ് ചെയ്യുക, ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യുക, ഈ എല്ലാ സമയത്തും എല്ലാ പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്ന സി പി യുവിൻ്റെ പാർട്ടാണ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. Topic, basic structure of a computer. Modern personal computer requires 3 basic components to process data. മോഡേൺ കമ്പ്യൂട്ടറിന് 3 ബേസിക് കോമ്പോണൻറ്റ്സ് ആണ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസസ്, സെക്കൻഡ് വൺ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, തേർഡ് വൺ ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസ് ഇൻപുട്ട് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു റീഡ് ദ നെസസറി ഡാറ്റ ഇൻ ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയെ റീഡ് ചെയ്യുന്നതും അത് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നതും ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇൻഫർമേഷൻ ഈസ് എൻറ്റേർഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ത്രൂ ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് വഴിയാണ് കമ്പ്യൂട്ടറിലേക്ക് ഓരോ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്ട് ഇൻപുട്ട് ഡാറ്റ ഇൻ ടു ദ ഫോം ആക്സെപ്റ്റബിൾ ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് അറിയില്ല, കമ്പ്യൂട്ടറിന് അറിയുന്ന ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ആണ്. അങ്ങനെ കമ്പ്യൂട്ടറിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് ഫോമിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നതും ഇൻപുട്ട് ഡിവൈസസ് ആണ്. Next one, central processing unit. Central processing unit is the most important component of a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് ആണ് സി പി യു. ഇറ്റ് ഈസ് കോൾഡ് ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് സി പി യുവിനാണ്. സി പി യുവിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ അതർ കോമ്പോണൻറ്റ്സ് സച്ച് ആസ് മെമ്മറി, ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസസ്. മെമ്മറി ഡിവൈസസ് അതുപോലെ ഇൻപുട്ട്, ഔട്ട്പുട്ട് എല്ലാ ഡിവൈസുകളെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സി പി യുവിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. സി പി യുവിന് മേജറായിട്ട് 3 കോമ്പോണൻറ്റ്സ് ആണുള്ളത്. പ്രൈമറി മെമ്മറി, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, നെക്സ്റ്റ് കൺട്രോൾ യൂണിറ്റ്. ഫസ്റ്റ്
memory or storage unit. Memory unit is of a computer is used to store data, programs, intermediate and final result. യൂസർ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തുള്ള ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലേസിനെയാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. മെമ്മറി യൂണിറ്റ് 2 ടൈപ്സ് ആണ്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. Primary memory or volatile memory. Primary memory also called volatile memory. പ്രൈമറി മെമ്മറിയെ വോളറ്റൈൽ മെമ്മറി എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം ഇതാണ്, ദ മെമ്മറി കാൺ സ്റ്റോർ ഡാറ്റ പെർമനൻ്റ്ലി ആയിട്ട് മീൻസ് സ്ഥിരമായിട്ട് ആ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി പ്രൈമറി മെമ്മറിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. അതുകൊണ്ടാണ് പ്രൈമറി മെമ്മറിയെ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത്. ഓൾ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ ദി പ്രൈമറി മെമ്മറി ബിഫോർ ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ എല്ലാ പ്രോഗ്രാംസിനും അതുപോലെ എല്ലാ ഡാറ്റയും പ്രൈമറി മെമ്മറിയിലേക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ കമ്പ്യൂട്ടറിന് അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പ്രൈമറി മെമ്മറിയിൽ എത്തണം എല്ലാ ഡീറ്റെയിൽസും. പ്രൈമറി മെമ്മറി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു റാം ആൻഡ് റോം. പ്രൈമറി മെമ്മറിയെ ഫർദറായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും. First one, random access memory. It is also called read and write memory or main memory or primary memory. Primary memory ൻ്റെ പാർട്ടാണ്, അതുകൊണ്ട് പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നത് റാമിനെയാണ്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുന്ന മെമ്മറിയാണ് റാം. The programs and data that the CPU requires during the execution of program are stored in the memory. CPU ഡാറ്റയെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഡാറ്റയും പ്രോഗ്രാംസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. റാം ഇല്ലാതെ ഒരിക്കലും കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രോസസ്സിങ് നടത്താൻ കഴിയില്ല. ഇറ്റ് ഈസ് വോളറ്റൈൽ മെമ്മറി ആസ് ദ ഡാറ്റ ലോസസ് വെൻ ദ പവർ ഈസ് ടേൺഡ് ഓഫ്. പക്ഷേ ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈലാണ്. പവർ ഓഫ് ആയാൽ എല്ലാ ഡാറ്റയും നമുക്ക് നഷ്ടപ്പെടും. റീഡ് ഓൺലി മെമ്മറി ഓർ റോം. റോം സ്റ്റോഴ്സ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ലൈക്ക് പ്രോഗ്രാംസ് എസെൻഷ്യൽ ഫോർ ബൂട്ട് ദ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്. ഇറ്റ് ഈസ് നോട്ട് വോളറ്റൈൽ. പ്രൈമറി തന്നെ മെമ്മറിയിൽ തന്നെ വോളറ്റൈൽ അല്ലാത്ത മെമ്മറിയാണ് റോം. ഇറ്റ് ഈസ് ഓൾവേസ് റിറ്റെയിൻ ഇറ്റ്സ് ഡാറ്റ. എപ്പോഴും റോം അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയെ റിറ്റെയിൻ ചെയ്യും, ഒരിക്കലും അത് വോളറ്റൈൽ അല്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. യൂണിറ്റിലെ നെക്സ്റ്റ് പാർട്ടാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഈസ് ദ അഡീഷണൽ മെമ്മറി അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. പ്രൈമറി മെമ്മറി കൂടാതെ കമ്പ്യൂട്ടറിലേക്ക് അഡീഷണൽ ആയിട്ട് വെക്കുന്ന additional memory and secondary memory. It includes devices that are peripheral and connected and controlled by computer to enable permanent storage of data and programs. കമ്പ്യൂട്ടറിൽ പെർമനൻറ്റ് സ്റ്റോറേജ് എനേബിൾ ചെയ്യുന്ന, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന, കമ്പ്യൂട്ടറിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന പെരിഫറൽ ഡിവൈസസ് ആണ് സെക്കൻഡറി സ്റ്റോറേജസ്. പെർമനൻറ്റ് മെമ്മറിയാണ്. അതുപോലെ തന്നെ പ്രൈമറി മെമ്മറിയെ പോലെയല്ല ഹ്യൂജ് സ്പേസ് അവൈലബിൾ ആണ് സെക്കൻഡറി മെമ്മറിക്ക്. നെക്സ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെമ്മറീസ് ആണ് ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്, DVD. CPUവിൻ്റെ അടുത്ത പാർട്ടാണ് അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഓൾ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺ ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് ആർ ക്യാരിഡ് ഔട്ട് വിത്തിൻ ദി ALU. CPUവിന് കൊടുക്കുന്ന എല്ലാ കാൽക്കുലേഷൻസും മീൻസ് അരിത്മാറ്റിക് ആണെങ്കിലും ലോജിക് ആണെങ്കിലും മീൻസ് കാൽക്കുലേഷൻസ് ആണെങ്കിലും കമ്പാരിസൺ ആണെങ്കിലും യൂസറിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഇതെല്ലാം ചെയ്യുന്നത് ALU ആണ്. പാർട്ട് CPUവിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോളിംഗ് ഓഫ് ഓൾ ഓപ്പറേഷൻസ് ലൈക്ക് ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് ആർ പെർഫോംഡ് ബൈ കൺട്രോൾ യൂണിറ്റ്. CPUവിന് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും മീൻസ് ഇൻപുട്ട് ആണെങ്കിലും പ്രോസസ്സിംഗ് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് CPUവിൻ്റെ കൺട്രോൾ യൂണിറ്റ് ആണ്. ദ കൺട്രോൾ യൂണിറ്റ് ഓഫ് CPU ഡയറക്റ്റ് ആൻഡ് കോർഡിനേറ്റ് ഓൾ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ഇറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് അതിന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് CPUവിൻ്റെ മീൻസ് കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഓപ്പറേഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും.
CPU പറ്റി പറയാനുള്ളത്. CPU-ൻ്റെ 3 കമ്പോണൻസ് ആണ്. മെമ്മറി യൂണിറ്റ്, ALU ആൻഡ് കൺട്രോൾ യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് നമ്മൾ പഠിച്ചു. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റാമും റോമും. ലാസ്റ്റ് സ്ട്രക്ചറിൽ വരുന്ന ലാസ്റ്റ് ഐറ്റം ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആർ യൂസ്ഡ് ടു ഷോ ദ റിസൾട്ട്സ് ഓഫ് പ്രോസസ്ഡ് ഡാറ്റ. അപ്പോൾ പ്രോസസ്സിങ് കഴിഞ്ഞ് പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ ഷോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. നെക്സ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് പ്രിൻറ്റേഴ്സും മോണിറ്റേഴ്സും. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഡാറ്റയെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നതും ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക്